ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സമസ്ത സുഖിനോ ഭവന്തു. നന്നായിട്ട് അറിയുന്ന കാര്യം, എല്ലാവർക്കും അറിയുന്ന കാര്യം, ഒറിജിനൽ ഒന്നുണ്ടെങ്കിൽ അതിന് ഡ്യൂപ്ലിക്കേറ്റും കാണും. ഡ്യൂപ്ലിക്കേറ്റ് പലവിധമായിരിക്കും, എണ്ണത്തിൽ കൂടുതലും ആയിരിക്കും, പക്ഷെ ഒറിജിനൽ ഒന്നേ കാണുള്ളൂ. ഏത് സമയവും ഒറിജിനലിനെ കണ്ടുപിടിക്കാൻ അതിൻ്റേതായ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടാവും. എന്നാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ആവശ്യത്തിലേറെ കാണും. ഒറിജിനൽ ഉണ്ടോ അവിടെ ഡ്യൂപ്ലിക്കേറ്റും കാണും. ഡ്യൂപ്ലിക്കേറ്റ് മനസ്സിലാക്കാൻ അധിക കാലം പോകേണ്ടി വരില്ല. ഒറിജിനലിനെ നേടിയെടുത്ത് അതിനനുസരിച്ച് നീങ്ങുക. വെളുത്തതെല്ലാം പാലല്ല. പല ആൾക്കാരും പറയുന്നുണ്ട് നല്ല വെളുത്തിരിക്കും, അതുപോലെ തന്നെ അത് പാലാണെന്ന് തെറ്റിദ്ധരിക്കാനും പറ്റും. പക്ഷെ നമ്മളത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് പാലല്ല എന്ന് മനസ്സിലാവും. അശ്വത്ഥാത്മാവിന് പാലെന്നുള്ള രൂപത്തിൽ കുമ്മായ വെള്ളം കലക്കി കൊടുത്തപ്പോഴത്തേക്കും അശ്വത്ഥാത്മാവ് അത് കുടിക്കുകയും ചെയ്തു. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം ഡ്യൂപ്ലിക്കേറ്റ് എന്തായാലും വെളിവാവും, എപ്പോഴായാലും വെളിപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല. കാക്കപ്പൊന്നിനെ കണ്ടിട്ട് അത് പൊന്നാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവല്ല. അതും കുറച്ചു ദൂരം പോകുമ്പോൾ മനസ്സിലാവും, അയ്യോ ഇത് സ്വർണ്ണമല്ല, ഇത് പൊന്നല്ല എന്ന് ഉറപ്പായിട്ട് മനസ്സിലാവും. ഏത് കാര്യത്തിനും ഒറിജിനൽ ഉണ്ടെങ്കിൽ അതിന് ഡ്യൂപ്ലിക്കേറ്റും കാണും. പക്ഷെ ഒറിജിനൽ ഒന്നേ കാണുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് പലതരത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും ഒറിജിനലിനേക്കാളും വെല്ലുന്ന രീതിയിലും ആയിരിക്കാം. പക്ഷേ ഒറിജിനൽ തന്നെയാണ്, യഥാർത്ഥം തന്നെയാണ്, സത്യം തന്നെയാണ്. അതിന് ഒരുപാട് കാലം ആർക്കും മറച്ചു പിടിക്കാനോ മറച്ചു നിർത്താനോ കഴിയില്ല. അത് എല്ലാം പുറത്ത് കൂടുതൽ ശോഭയോടുകൂടി തന്നെ പുറം ലോകം വന്നിരിക്കും. മാണിക്യത്തെ നമ്മൾ എത്ര തന്നെ മൂടി വെച്ചാലും അതിനുള്ള ആ അഴുക്ക് പുറത്തു ഭാഗത്തുള്ളത് മാറ്റിക്കഴിയുമ്പോൾ അത് നല്ലവണ്ണം വളരെ ശോഭയോടുകൂടി തന്നെ അത് തിളങ്ങും. കാരണം അത് ഒറിജിനലാണ്. അതിന് ഒന്ന് മറയ്ക്കാം എന്നല്ലാതെ ഒന്ന് ഒളിപ്പിക്കാം എന്നല്ലാതെ അതിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ ഇന്നോളം ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ സത്യങ്ങൾ എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ സത്യത്തിനെ മറയ്ക്കാനോ ഒളിക്കാനോ വേണ്ടെന്ന് വയ്ക്കാനോ എടുത്തു കളയാനോ ആർക്കും കഴിയില്ല. നന്മ വേണോ, ഭാഗ്യം വേണോ, നല്ലത് വേണോ, തൻ്റെ ഉള്ളിലെ കറകൾ കളഞ്ഞേ പറ്റൂ, തന്നുള്ളിലെ അഹങ്കാരം മാറ്റിയേ പറ്റൂ. എന്നാൽ മാത്രമേ ഈ സത്യം നമുക്ക് എടുക്കാൻ കഴിയൂ. നമ്മുടെ ഉള്ളിൽ മുഴുവനും കറ നിറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ അഴുക്കുകൾ നിറച്ചു വെച്ചിട്ട് അതുപോലെ തന്നെ വേണ്ടാത്ത ചിന്തകളും എല്ലാം നിറച്ചു വെച്ചിട്ട് നോക്കുമ്പോൾ അതെല്ലാം അങ്ങനെ തന്നെ തോന്നുള്ളൂ. മഞ്ഞ കണ്ണട വച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാമേ മഞ്ഞ കളർ തന്നെയായിരിക്കും. ഒറിജിനാലിറ്റി എടുക്കണമെങ്കിൽ, സത്യം എടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ കറയോ ആ മഞ്ഞ മൂടിയ ഗ്ലാസോ മാറ്റിയാൽ മാത്രമേ നമുക്ക് ആ സത്യം എടുക്കാൻ കഴിയൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കലും അത് ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെയായാലും അത് പുറം ലോകം കണ്ടേ അടങ്ങുള്ളൂ. പുറം ലോകത്ത് അത് എത്തിയേ പറ്റുള്ളൂ, എത്തിയിരിക്കും. ആരും അതിനു വേണ്ടി കഠിനമായി ശ്രമിക്കേണ്ട ഒരാവശ്യവും ഇല്ല. എത്തേണ്ട സമയത്ത് എത്തിയിരിക്കും. അത് കാരണം ഒന്നേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ, ഡ്യൂപ്ലിക്കേറ്റും അതുപോലെ തന്നെ ഒറിജിനലും തിരിച്ചറിയാനുള്ള വിവേചനം ഇതെല്ലാം നമുക്ക് വേണം, അത്യാവശ്യമാണ്. അത് നമ്മൾ നേടിയെടുക്കാൻ ഞങ്ങളാൽ കഴിയും. എല്ലാ തരത്തിലും അതിനുള്ള ഭാഗ്യവും ഫലവും ഭഗവാൻ തരും, ഒരു സംശയവും ഇല്ല. നമുക്ക് എത്രത്തോളം അതിൽ ആഴത്തിൽ പോകണോ അത്രത്തോളം അറിവും നമ്മൾക്ക് കിട്ടും. നമ്മുടെ അറിവ് തന്നെയാണ് ഈ സത്യ അന്വേഷണം ഒരിക്കലും പാഴാകില്ല. ഉള്ള ഒന്നിൻ്റെ പുറകെയാണ് നമ്മൾ പോകുന്നത്, ഇല്ലാത്ത ഒന്നിൻ്റെ പുറകിലല്ല.
അത് കാരണം എപ്പോഴായാലും ഈ സത്യം പുറം ലോകം കണ്ടിരിക്കും, ഉറപ്പ്. എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും, എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം എടുക്കാനും കഴിയും. പക്ഷെ എടുക്കണം എന്നുണ്ടെങ്കിൽ അവനവൻ്റെ ഉള്ളിലെ കറകൾ, കളങ്കം, ഇതുപോലുള്ള കാര്യങ്ങൾ അവഗണിച്ചേ പറ്റുള്ളൂ, കളഞ്ഞേ പറ്റുള്ളൂ. 100% ഇത് സത്യത്തിൽ തന്നെ വന്നെത്തും. ആർക്കെല്ലാം ധൃതി പിടിച്ച് കള്ളമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കാം എന്നല്ലാതെ അതിൽ നിന്ന് ഒരു ഭാഗ്യവും ആർക്കും കിട്ടാൻ പോകുന്നില്ല. കിട്ടുന്നത് ഒറിജിനൽ തന്നെയാണ്, സത്യം തന്നെയാണ്. നേടിയെടുക്കുക. എല്ലാവർക്കും ഇത് നേടിയെടുക്കാൻ കഴിയും. നേടിയെടുക്കുന്നവർ ഭാഗ്യമുള്ളവരായിരിക്കും. നേട്ടം തന്നെയാണ് ഇത്, ഒരു സംശയവും വേണ്ട. എത്ര തന്നെ കിംവദന്തികൾ പറഞ്ഞ് ഫലിപ്പിച്ചാലും അതിലൊരിക്കലും ഫലം ഉണ്ടാകില്ല. കാരണം ദൈവം എന്ന് സത്യമാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലൂഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ.